കുഞ്ഞുമോൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ വഖഫ് ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യം മുഴുവൻ അറിഞ്ഞ പള്ളിപ്പുറം പഞ്ചായത്തിലെ മുനമ്പം 1-ാം വാർഡിൽ BJP ജയിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വിരുന്ന് സൽക്കാരത്തിലേക്ക് താങ്കൾക്കൊരു ക്ഷണമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അനുഭവങ്ങൾ? അത് ഞാനന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോട്ടറി അടിച്ചെന്ന് പറയൂലേ, ലോട്ടറി അടിച്ചാൽ പോലും ഇത്രയും വലിയൊരു സന്തോഷത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂല. കാരണം ഒരു പ്രധാനമന്ത്രിയുടെ വിരുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളുടെ കൂടെ വന്നിരുന്ന് ഒരു കൂട്ടുകാരനെ പോലെ ഒരു ടേബിളിൽ വന്നിരുന്ന് ഇത്രയും വലിയ ലോകം ആരാധിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ കൂടെ ഇത്രയും സാധാരണക്കാരായ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു മെമ്പറായി പോയേക്കുന്ന ആൾക്കാരുടെ കൂടെ വന്നിരുന്ന് ഈ നമ്മളിവിടെ ചായ പിടിക്കുക, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എന്താണെന്നുള്ളത്. പിന്നെ അത് തന്നെയല്ല, അദ്ദേഹം നമ്മളുടെ ഇടയിലേക്ക് ഇപ്പം എല്ലാവരും ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. കാരണം ഒരു പ്രധാനമന്ത്രി ഇത്രയും ആളുകളുടെ കൂടുതൽ പ്രോട്ടോകോൾ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ഇടയിലേക്ക് വരാൻ പാടില്ല അദ്ദേഹത്തിന്. പക്ഷെ ആ പ്രോട്ടോകോളൊക്കെ തെറ്റിച്ചിട്ട് നമ്മളെ കണ്ടിട്ട് ആ സ്നേഹത്തിൽ നമ്മളുടെ കൂടെ വന്നിട്ട് എൻ്റെ പറ്റേ വന്നിരുന്നാണ് പുള്ളി കൂടുതലും സംസാരിക്കുന്നത്. ആ വീഡിയോയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും ജനങ്ങളോടുള്ള ഇടപെടലാണ് പുള്ളി അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല, ഒരു പ്രധാനമന്ത്രി പറഞ്ഞു തരണം ഒരു മെമ്പർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. കാരണം ഒരു മെമ്പർ എവിടെ പ്രവർത്തിക്കണം. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു 24 വയസ്സ് വരെ നമ്മ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് നമ്മ വിടുകയാണ്. 24 ദിവസം നമ്മൾ കാരണന്മാരുടെ കൂടെ വളർന്നു വന്ന പെൺകുട്ടി നമ്മ കല്യാണം കഴിച്ച് വിടുകയാണ്. കല്യാണം കഴിച്ച് വിട്ടിട്ട് ആ പുതിയ ഒരു വീട്ടിലേക്ക് എങ്ങനെയായിക്കോളും ഒരാള് ചെല്ലുമ്പോ അവിടെ ഭർത്താവിനായിട്ട് ഇണങ്ങി പോണം, ഭായി അമ്മായിയപ്പനുണ്ടാവും, അമ്മായിയമ്മ ഉണ്ടാവും, മറ്റുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവും. അവരായിട്ടൊക്കെ ഇണങ്ങി എങ്ങനെ പോകും എന്നുള്ള അവസ്ഥയാണ് നിങ്ങളൊരു പുതിയ മെമ്പറായി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അപ്പൊ അവരെല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്ന വെച്ചാൽ അങ്ങനെയാണ് ആ കുടുംബം വിജയിക്കുള്ളൂ. അപ്പൊ ഇതിൽ വോട്ട് ചെയ്യാത്തവരുണ്ടാവും, വോട്ട് ചെയ്തവരുണ്ടാവും, പല ജാതിക്കാരുണ്ടാവും. ഏത് ജാതിയായാലും ഏത് വോട്ട് ചെയ്യാത്ത ആളായാലും ഒരുപോലെ ചേർത്ത് പിടിച്ച് ആളുകളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ യഥാർത്ഥ കടമ എന്നുള്ളതൊക്കെയാണ് പുള്ളി കറക്റ്റായിട്ട് നമ്മളൊരു കൂട്ടുകാരൻ ഇറങ്ങി വന്നവര് നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒരു മിക്കവരും അവിടെ ഇരുന്ന് നമ്മളുടെയൊക്കെ കണ്ണേരി വരും. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് ഈ പുള്ളി പറഞ്ഞു തന്നേക്കണതൊക്കെ. ചേട്ടാ, ഇപ്പോൾ ഈ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ചേട്ടൻ ഈ ഒരു അടുത്ത കാലത്താണല്ലോ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്നത്. എങ്ങനെ കാണുന്നു ഈ ദേശീയ തലത്തിൽ BJPയുടെ നേതൃത്വം, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പവറൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു? ശക്തമായ ഒരു ഇതാണ്. കാരണം ആ വോട്ട് ചെയ്തതല്ല, വോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിപ്പോവും. കാരണം അത്രയും വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കേരളത്തിൽ അനുഭവപ്പെടുന്നില്ല. കാരണം കേരളത്തിലുള്ള ഭരണം നമുക്കറിയാല്ല. കാരണം ആരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ളത് രണ്ട് പാർട്ടിക്കാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തീരുമാനിച്ചു കഴിഞ്ഞ്. കാരണം കൂടെ നിൽക്കണവരെ നമ്മ കൂട്ടി പോയാലും ഈ രക്ഷപ്പെടാണ്ടിരുന്ന രീതിയിൽ പോയാലും മാത്രമേ ഇവിടെ ഇവർക്ക് കൊടി പിടിക്കാൻ 5 വർഷം കഴിയുമ്പോൾ ആളുണ്ടാവുള്ളൂ. അവിടെ അതല്ല. അവിടുത്തെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ രക്ഷപ്പെടുത്തി രാജ്യം പുരോഗതിയിലോട്ട് പോകാനുള്ള രീതിയിലേക്കാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ സൂറത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡൽഹി കഴിഞ്ഞിട്ട് സൂറത്തിലാണ് പോയത്. സൂറത്തിലൊക്കെ ഈ രംഗങ്ങൾ പോയി ശരിക്കും പറഞ്ഞാൽ ഈ മലയാളികൾ പോയി കണ്ട് പഠിക്കാനുണ്ട്. കാരണം അവിടെ കൊടിപിടുത്തമല്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ കൂടെ ഈ കൊടി പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവരൊക്കെ എന്തെങ്കിലും അനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇവരൊക്കെ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സാഹചര്യം വന്നാൽ ഞാൻ ഒരു UDF അല്ലെങ്കിൽ LDF കാരനാണെങ്കിൽ അത് സമ്മതിക്കണില്ല ഇവരെ രക്ഷപ്പെടുത്താനായിട്ട്. കാരണം ഇവർ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം എനിക്ക് കൊടി പിടിക്കാൻ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ചാകാനൊക്കെ വേണം ഇവരാ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അതല്ല അവസ്ഥ. അവിടെ നിന്ന് രാജ്യം പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ എന്ന് പറഞ്ഞാല് ഈ നേതാക്കന്മാരുടെയും ഇപ്പൊ ഈ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ബിസിനസ്മാന്മാരും അല്ലെങ്കിൽ മറ്റുള്ള ജോലികളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ. അങ്ങനെ രാജ്യത്തിന് പുരോഗതിയിലോട്ട് നയിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ പാർട്ടി പറയുമ്പോൾ പോയി വെട്ടാനും കൊല്ലാനും അല്ലെങ്കിൽ കൊടി പിടിക്കാനും ഉള്ള ഒരാൾക്കാരായിട്ടല്ല അവിടെയുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പുരോഗതിയും ആ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാൽ അല്ലെങ്കിൽ ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം അതിനും വേണ്ടും വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു മേയർ, തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ്, അദ്ദേഹം താങ്കളെ യാത്രയിലൊപ്പം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അനുഭവം? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന പരിചയങ്ങൾ എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു?
അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളോട് പേഴ്സണലായിട്ട് വന്ന് ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. കാരണം അവർക്കൊക്കെ പ്രവൃത്തി പരിചയങ്ങളും അല്ലെങ്കിൽ മുൻ പരിചയങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മയൊക്കെ തുടക്കക്കാരാണ്. അപ്പോൾ എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു പറഞ്ഞാൽ മറ്റേ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന നമ്മുടെ പട്ടികളുടെ ശല്യമാണ്. ആ ശല്യം ഇപ്പോൾ തിരുവനന്തപുരം ഒരുമാരെയൊക്കെ കുറച്ചെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. കാരണം ഓരോ ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിട്ട് ഈ വിറ്റകളെ പാർപ്പിച്ച് അപ്പോൾ ഒരു പരിധി വരെയും കുറക്കാൻ പറ്റി എന്നുള്ളത് പുള്ളി അത് കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ വിശദീകരിച്ചു തന്നു. അപ്പോൾ നമുക്കതൊരു മാർഗരേഖയായിട്ട് കൊണ്ടുപോകാൻ മറ്റുള്ള പഞ്ചായത്തുകളും എല്ലാം കൂടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ വരുന്ന ഈ പട്ടിശല്യം എന്നുള്ള ആ വിപത്ത് പരമാവധി കുറക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉപദേശം അദ്ദേഹം നമുക്ക് എല്ലാവർക്കും തന്നു. ഇപ്പോൾ ഈ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വിജയിച്ചു വന്ന ആളുകളെ പോലെയല്ല താങ്കളൊരു BJPക്ക് സ്ഥാനാർത്ഥി ഇന്നേ വരെ ഇല്ലാത്ത അല്ലെങ്കിൽ BJPക്ക് ഒരു സ്വാധീനമില്ലാത്ത ഒരു പ്രദേശത്തു നിന്നാണ് താങ്കളൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം നേടിയെടുത്ത് മുന്നോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു മുനമ്പത്തെ കൗൺസിലർ അല്ലെങ്കിൽ വഖഫ് വിഷയം നടക്കുന്ന ഈ ഒരു ഭൂമിയിൽ നിന്ന് വന്ന ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു മെമ്പർ എന്നുള്ള രീതിയിലേക്ക് മറ്റുള്ളവരുടെ ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് ഇപ്പം ഈ പറഞ്ഞ ഈ ഇഷ്യൂ ശരിക്കും നാഷണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണല്ലോ വഖഫിന്റെ. അപ്പോൾ അത് അവിടെ ചെന്നപ്പോൾ നമുക്ക് വളരെയധികം നല്ല സ്വീകരണങ്ങളാണ്. കാരണം ഈ ഭൂമിയിൽ ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന പോലെ 2-3 വർഷങ്ങളായി ഈ ആളുകൾ കിടക്കുന്നു. ഞാൻ അവിടെ അവതരിപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഒരു റവന്യൂ അവകാശങ്ങൾ എല്ലാം നിഷേധിക്കപ്പെട്ട് ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു മരണം ഈ മരുന്നിന്റെ ആവശ്യങ്ങളോ മറ്റുള്ള എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ ഈ ആധാരമാണ്. അതുകൊണ്ട് കൊണ്ടും ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ജയിലിൽ കിടക്കുന്ന പോലെ ഒരു ഈ ജനതയാണ് ഇവിടെ കിടന്നു ഈ ഇപ്പോഴത്തെ ചുറ്റുപാടിന്. അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ അവതരിപ്പിച്ചപ്പോ നമ്മൾ പിന്നെ രാജീവ് ചന്ദ്രശേഖർജി നമ്മളെ ഒരുപാട് സഹായിച്ചു. കാരണം ഈ കാര്യങ്ങൾ ഒരുപാട് ഈ മന്ത്രിമാർ വന്നപ്പോഴും കേന്ദ്രമന്ത്രിമാർ വന്നപ്പോൾ പുള്ളി തന്നെ അവിടെ നേരിട്ട് കാര്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി നമ്മളെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഒരുപാട് സഹായിച്ചു നമ്മുടെ നേതൃത്വങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന സമയം മുതൽക്ക് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പല സ്വീകരണങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? വളരെ നല്ല രീതിയിലുള്ള, കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓരോരോ ഈ നമ്മളുടെ കേരളം കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള സ്വീകരണങ്ങളിലേക്ക് വന്നത്. ഈ സ്വീകരണങ്ങൾ ഉണ്ടായിരുന്നു എല്ലായിടത്തും നമ്മളെ കേരളത്തിലേക്കുള്ളത്. വടക്കേന്ത്യയിൽ കിടന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ ശരിക്ക് നമ്മളെ കേരളീയരെന്നൊരു പ്രത്യേകത അവർക്കുണ്ട്. പിന്നെ നമ്മൾ ജയിച്ചുകൂടി ചെല്ലുന്നവരെ കണ്ടപ്പോൾ, കാരണം കേരളത്തിൽ ഒരിക്കലും BJP ജയിക്കില്ല എന്നുള്ളതാണുള്ള മറ്റുള്ള എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന് വിപരീതമായിട്ട് ഇത്രയും ആളുകൾ ഒരു ബോഗി നിറച്ച ഈ ആളുകൾ ഈ ജയിച്ച വന്ന സ്ഥാനാർത്ഥികളെ കണ്ടപ്പോൾ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് അവർക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഫീൽ ചെയ്ത്. അത് നമുക്കവിടെ അധികം നേരം അങ്ങാനുള്ള സ്പേസ് ഉണ്ടായില്ല. കാരണം ട്രെയിൻ അതിൻ്റെ ടൈമിന് പോകുന്നതുകൊണ്ട് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ സ്വീകരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും. രാഷ്ട്രപതിയെ കണ്ടിരുന്നില്ലേ? രാഷ്ട്രപതിയെ കണ്ട്. രാഷ്ട്രപതി അപ്പോൾ നമ്മളെ മുനമ്പോണ് എന്നുള്ള അവരുടെ ചാർട്ടിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകൾ. നമുക്കവിടെ ഒരു മുൻനിരയിൽ തന്നെ രാഷ്ട്രപതിയെ കൂടെ തന്നെയുള്ള മുൻനിരയിൽ തന്നെയുള്ള ഒരു ഈ നിരയിൽ ഒരു ഇരിക്കാനുള്ള സീറ്റ് മുനമ്പത്തിന് കിട്ടി. അതിപ്പോൾ നമ്മളെ ചിത്രങ്ങളിലൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ മുനമ്പത്തിന് എന്തോരം പ്രത്യേകത അവിടെ നമുക്ക് കേന്ദ്ര സർക്കാർ തരുന്നുണ്ട് എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവാണ് ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് പ്രതികരിച്ചു. ഓക്കെ, താങ്ക് യു.